Xylem Learning, Amrita Miss ആണ്. അപ്പോൾ നമുക്കൊരു നമ്പർ റിലേഷൻസ് സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടല്ലേ. ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നമുക്ക് പഠിക്കുന്നത് ഹരിക്കാതെ എങ്ങനെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. അടിപൊളി സാധനമാണ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ വേഗം കണ്ടുകൊള്ളുക. സൂപ്പറായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. ഇവിടെ നോക്കിയിടാം, 354നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയാണ്? ഇതാണ് ചോദ്യം. അല്ലെങ്കിൽ 354നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് പറയണം? ഇവിടെ റിമൈൻഡർ 0 ശിഷ്ടം 0 ആണെങ്കിൽ ഹരിക്കാൻ പറ്റും. ഇനി ശിഷ്ടം വേറെ ഏത് സംഖ്യ വന്നാലും ഹരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഈ സംഖ്യകൾ കൂട്ടുക. 3 + 5 + 4 കൂട്ടുക 12 എന്ന് വരും. മിസ് എന്തായി ചെയ്യുന്നേ? എടാ ഒന്നുമില്ലടാ, സംഖ്യകൾ കൂട്ടുന്നു. ഇനി ഈ 12നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. കാരണം 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്നാണ് ഉത്തരം വരിക. ഇവിടെയുള്ള റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്ന ശിഷ്ടം എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അതിനർത്ഥം 354നെ 3 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതേ സാധനം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? 9ന്റെ കൂടെ പഠിക്കാനായിട്ട് പോവാണ്. 354നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ? അതായത് ഇവിടെയുള്ള റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയാണ്? ഇവിടെയുള്ള റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 0 ആണെങ്കിൽ ഹരിക്കാൻ പറ്റും. ശിഷ്ടം ഒന്നും ഇല്ലെങ്കിൽ ഹരിക്കാൻ പറ്റും. ഇനി ശിഷ്ടം എന്ന് പറയുന്ന വേറെ ഏത് സംഖ്യ വന്നാലും, 1 വന്നാലും 2 വന്നാലും 3 വന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹരിക്കാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ശിഷ്ടം എത്രയാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. ഈ സംഖ്യകൾ കൂട്ടുക. 3 + 5 + 4. അപ്പൊ എത്ര വന്നു? 12. 12നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റൂടാ? 12നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 9ന്റെ ടേബിളിൽ 12 ഇല്ല. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആരില്ല? 12 ഇല്ല. കാരണം നമുക്കറിയാം അല്ലെ, 9 × 1 9, 9 × 2 18 ആണ്. 12 ഇല്ല. അപ്പൊ എത്ര ശിഷ്ടം വരും? നമുക്ക് ഹരിച്ചു നോക്കാം. 12നെ 9 കൊണ്ട് ഹരിക്കുക. 1 9 9. 12ൽ നിന്ന് 9 പോയാൽ 3. അവിടെയുള്ള റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതിനർത്ഥം 354നെ 9 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്ന ശിഷ്ടം എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഇവരെ ഹരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അവിടെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 3 വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ ഒരു നമ്പർ മിസ് തന്നിട്ടുണ്ട്, 592നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അതേപോലെ തന്നെ സംഖ്യകൾ കൂട്ടി നോക്കുക. ആ കൂട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ, അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഹരിക്കാൻ പറ്റും. റിമൈൻഡർ വേറെ ഏതെങ്കിലും വരികയാണെങ്കിൽ ഹരിക്കാൻ പറ്റില്ല. കണ്ടുപിടിച്ച് നോക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇതിലും അടിപൊളിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വജ്ര ബാച്ചിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ എൻഡ് ഗെയിമിന്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 2.0 എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ നിങ്ങളെ പഠിപ്പിച്ചു തരും. അതിൽ തന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, റിവിഷൻസ് ഉണ്ടായിരിക്കും, നോട്ടുകൾ ഉണ്ടായിരിക്കും, പേൾ വീഡിയോസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് പാക്ക് ആക്കിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അതും ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേടാ? ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് ജോയിൻ ചെയ്യും. ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് അടിപൊളിയാക്കി നിങ്ങളുടെ അടുത്ത ഗ്രേഡിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഫുൾ സഹായങ്ങൾ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം.